നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാറിന്റെ വാക്കിന് അവന്മാര് പുല്ലുവില തന്നേക്കണം. പരുന്തും പക്ഷിക്കൂട്ടും അതല്ല രണ്ടും കൽപ്പിച്ച് വന്നേക്കണ്. പൊന്നുമണിയുടെ കൊച്ചിന്റെ കാര്യത്തില് ഞാൻ ആ പരുന്തിനെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു സംശയം വേറൊരു കാര്യത്തിലുണ്ട്. ഏത് കാര്യത്തിൽ? അന്ന് രാത്രി എനിക്കും കല്യാണത്തലേന്ന് നിരഞ്ജൻ സാറിനുണ്ടായ ആക്രമണത്തിന്റെ കാര്യത്തിൽ. അതിന് പിന്നിലും ഈ പരുന്തും ഗാങ്ങും ആണോന്ന്. സ്വാമിയെ ആക്രമിച്ച ഒരു സ്ത്രീയാണെന്നല്ലേ പറഞ്ഞത്? പീഡിച്ചു പറിക്കാരുടെ സംഘത്തിലാണോ സാറേ സ്ത്രീകൾക്ക് പഞ്ഞം? അവിടെ പുരുഷന്മാരെ കാട്ടും ആക്രമണകാരികൾ സ്ത്രീകളാ. കല്യാണത്തിന്റെ കാര്യമൊക്കെ നിരഞ്ജൻ സാർ ഇവന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാന്ന് വിചാരിച്ചിട്ടാവും ആക്രമിച്ചത്. വാങ്ങിയ പണ്ടങ്ങൾ എന്തെങ്കിലും വണ്ടിയിലുണ്ടാവുന്ന കരുതി കാണും. ഒരു പവനിപ്പോ എത്ര വില? ഇതിപ്പോ അവന്മാര് നേരിട്ട് ചെയ്യണമെന്നില്ലല്ലോ സാറേ. കമ്മീഷൻ ബേസിൽ സബ് കോൺട്രാക്ട് കൊടുത്താ പോരാ? അത് ശരിയാണ് സ്വാമി. അത് മാത്രല്ല സാറേ, ഞാൻ ഇവന്മാരെ പറ്റി കൂടുതൽ അന്വേഷിച്ചു. നല്ല ഒന്നാന്തരം ഹൈവേ കൊള്ളക്കാരാ. എന്ന് വെച്ചാ പണവുമായി ഹൈവേയിലൂടെ രാത്രി സഞ്ചരിക്കുന്നവരെ ആക്രമിച്ച് പണം കവരുന്നവർ. കുഴൽപ്പണ വണ്ടികളും കുടുംബങ്ങളൊക്കെയാണ് അവരെ ഉന്നം. അവന്മാര് മാനസാന്തരപ്പെട്ടു എന്നാ നിരഞ്ജൻ പറഞ്ഞത്. മാനസാന്തരം പുള്ളിപ്പുലികളുടെ പുള്ളി വെള്ള പൂശും മയക്കം പറ്റുക സാറേ. നിരഞ്ജൻ സാറും ഞാനും കൂടിയുള്ള ബാംഗ്ലൂർ യാത്രയെക്കുറിച്ച് ഇവന്മാർക്ക് അറിയാം. ഇനി അതിന്റെ തീയതിയും സമയവും റൂട്ട് മാപ്പൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോന്നാ ഇപ്പൊ എന്റെ പേടി. അങ്ങനെ ഒരു അപകടം കൂടി മുന്നിലുണ്ട് അല്ലേ സ്വാമി? ഉണ്ട് സാറേ. ഈ വീടിനോട് അത്രമാത്രം കൂറുള്ളവനായി സ്വാമി. അതുകൊണ്ട് തന്നെ ഈ വീടിന് വേണ്ടി ഒരു CCTV ക്യാമറേന്റെ ജോലിയാണ് ഈ സ്വാമി എടുക്കണം. രാവും പകലും. നേരത്തെയൊക്കെ നിഴല് പോലെ നിരഞ്ജൻ സാറിൻ്റെ ഒപ്പം ഞാനുണ്ടായിരുന്നു. ഇപ്പൊ ഞാനില്ല. നിരഞ്ജൻ സാറിന് അതിന് താല്പര്യമില്ല. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അപകടവും സംഭവിക്കത്തില്ലായിരുന്നു. സാറേ, സ്വാമി ഒരു കാര്യം തീർത്ത് പറയാൻ ഒന്നും തോന്നരുത്. ബാംഗ്ലൂർ യാത്രയിൽ ഇവന്മാരെയും കൂടി കൂട്ടാന്നൊരു സജഷൻ വന്നേക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവില്ല. സാറിന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. സ്വാമിക്ക് ഇഷ്ടമില്ലാത്ത ഒരു തീരുമാനവും ഇവിടെ ആരും എടുക്കില്ല. സ്വാമി ധൈര്യമായിട്ട് ചെല്ല്. അതെ, നിങ്ങൾ പോയി കിടക്കുക. എന്റെ അക്ഷര, നീ എന്നെ ഒരു രോഗിയാക്കല്ലേ. ഞാനൊരു ഡോക്ടറാ. എനിക്കറിയാം എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ. മുറിവ് അല്പം കൂടി ഉണങ്ങണം, അത്രേ ഉള്ളൂ. എന്തായാലും കല്യാണപ്പൂതി കഴിഞ്ഞല്ലോ. എന്നാര് പറഞ്ഞു സർ? പുതിയ കലണ്ടറിലും ആവശ്യത്തിന് മുഹൂർത്തങ്ങളുണ്ട്. അക്ഷര ഒന്ന് നനച്ചാൽ വിടമാട്ടെ. ഓ, സമ്മതിച്ചേ. മരണക്കിടക്കയിൽ വെച്ചിട്ടാണെങ്കിലും ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. പോരെ? ആവശ്യമില്ലാത്ത പറഞ്ഞാലേ പിച്ചി കൊല്ലും ഞാൻ. കൊല്ലാൻ ആരൊക്കെയോ ചുറ്റിത്തിരിഞ്ഞ് നടപ്പുണ്ട്. സത്യത്തില് വല്ലാത്തൊരു ഭയോ. മുഖം മൂടി വെച്ച ശത്രു ആരാ? എവിടെ നിന്നാ? എന്താ ലക്ഷ്യം? ഒന്നും അറിയില്ല. എന്നാലും ആരായിരിക്കും ആ സാന്റാക്ലോസ്? അതൊരു പാവം പപ്പാഞ്ഞി. മരണത്തിന്റെ സമ്മാന പൊതിയുമായി വരുന്ന സാന്റാക്ലോസ്. കണ്ടുപിടിക്കണം. എനിക്ക് ചില ഊഹങ്ങളുണ്ട്, ചില സംശയങ്ങളുമുണ്ട്. ആരെയാ? തൽക്കാലം നീ അതറിയണ്ട. സമയമാകുമ്പോൾ ഞാൻ പറയാം.
എന്നോടും രഹസ്യവും. നിന്നോട് പറയാതെ വേറെ ആരോടെ ഞാൻ പറയാ? പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് ഉറപ്പിക്കണം അക്ഷര. ചില കണ്ണുകൾ എനിക്ക് കൂട്ടി യോജിപ്പിക്കണം. എനിക്ക് ഉറപ്പാ, സുനിത ഡോക്ടറുടെ കൊലപാതക കഥയിലേക്ക് ആ കണ്ണികൾ നമ്മളെ എത്തിക്കും. എങ്ങനെയുണ്ട് നിരഞ്ജൻ? ഓക്കെയാണ് സർ. വെരി ഫാസ്റ്റ് റിക്കവറി. ആ പ്രിസണേഴ്സ് വന്നിരുന്നല്ലോ. വെറുതെ വന്നതാണോ അതോ പുതിയ എന്തെങ്കിലും സഹായമായിട്ട് വന്നാണോ? ഡാഡി ഉദ്ദേശിച്ചത് പരുന്തിനെയും കൂട്ടരെയാണെങ്കിൽ അവരിപ്പോ ജയിൽ പുള്ളികളല്ല. പുറത്ത് സ്വതന്ത്രമായി അന്തസ്സായി അധ്വാനിച്ച് ജീവിക്കുന്നവരാ. അതെന്തെങ്കിലും ആവട്ടെ. വൺ ടൈം അഡിക്റ്റ് ഈസ് ഓൾവേസ് അഡിക്റ്റ് എന്നാ. അത് ലഹരിയുടെ കാര്യത്തിലാണെങ്കിലും മോഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഡാഡിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അവർക്ക് നിങ്ങളെന്തോ ടീ സ്റ്റാൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. ഡാഡി ഇതെങ്ങനെ അറിഞ്ഞു? ഓ, ഓരോ ചാരപ്പണിക്ക് ആളുണ്ടല്ലോ. നമ്മൾ ടീ സ്റ്റാളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല സർ. ജീവിക്കാൻ അവർ മാന്യമായ ഓരോ വഴികൾ കണ്ടെത്തുന്നു. കഴിയുന്ന പോലെ നമ്മൾ സഹായിക്കുന്നു. അത്രേ ഉള്ളൂ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നിരഞ്ജൻ? മരണത്തിൽ നിന്നാണെങ്കിലും മോശം ജീവിതത്തിൽ നിന്നാണെങ്കിലും ഒരാളെ തിരികെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് വലിയ പുണ്യമാണ് സർ. പക്ഷേ പാത്രം അറിഞ്ഞ് വിളമ്പണമെന്നുണ്ട് നിരഞ്ജൻ. പിന്നെ നിങ്ങളുടെ ബാംഗ്ലൂർ യാത്രയെക്കുറിച്ചൊന്നും അവരറിയണ്ട. എന്നു പോകുന്നു, ഏത് റൂട്ടിൽ പോകുന്നു എന്നൊക്കെ. അതെന്തിനാ? പണവുമായുള്ള യാത്രയായതുകൊണ്ട്. ഹൈവേയിൽ പലരുടെയും പണം നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ പണ്ട് ഇവരും ഉണ്ടായിരുന്നു എന്നുള്ളതാ എനിക്ക് കിട്ടിയ വിവരം. ആരൊക്കെയാ ഡാഡിക്ക് വിവരം തന്നത്? ഓ, ആ CID സ്വാമി ആയിരിക്കും അല്ലേ? അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഒരുപാട് തെറ്റിദ്ധാരണകളാണ് സാറിന്റെ മനസ്സ് നിറയെ. അത് തിരുത്താനാവില്ല. ഒന്ന് ഞാൻ ഉറപ്പു തരാം, ആ പാവങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവരിനി ഇങ്ങോട്ട് വരിക പോലുമില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആ ഓട്ടോറിക്ഷയുടെ RC ഓണറിന്റെ സ്ഥാനത്ത് നിന്നും അക്ഷരയുടെ പേര് മാറ്റണം. അതെന്തിനാ? പേര് നിന്റെ ആണെങ്കിലും മേൽവിലാസം ഈ വീടിന്റെ. ആ ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ നിന്ന് 1 കിലോ കഞ്ചാവോ 1 ലിറ്റർ സ്പിരിറ്റോ പിടിച്ചാൽ പോലീസും എക്സൈസും ഒക്കെ ഈ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കും. ആ ഒരു അപമാനം കൂടി താങ്ങാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാ. പറഞ്ഞത് മനസ്സിലാക്കാണെന്ന് തോന്നുന്നു. എന്നതായിരുന്നു ഡാഡിയും മോളും മരുമോനും തമ്മിലൊരു കശപിശ? കശവിശയോ? എന്ത് കശവിശ? എടി നീ കാഞ്ചനയുടെ കാതിന്റെ പവർ മാത്രം അളക്കല്ലേ. ഞാൻ കേട്ടു. കേട്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഓട്ടോറിക്ഷന്നോ മോട്ടോറിക്ഷന്നോ ഒക്കെ പറയുന്ന കേട്ടല്ലോ. പിന്നെ ബാംഗ്ലൂർ യാത്ര. ആ, അങ്ങനെ പലതും പറഞ്ഞു കാണും. ദേ, നീ എന്നോട് കാണിക്കുന്ന ഈ വീറും പവറും ഒക്കെ ആ സ്വാമി എന്ന് പറയുന്ന കുറുക്കനോട് പോയി കാണിക്കും. അവനാണ് ഈ കുടുംബത്തെ കരിങ്കല്ലി തല്ലുന്ന പൂക്കല പോലെ ആക്കിയത്. നിന്റെ ഡാഡിയെ നിനക്കെതിരെ തിരിക്കുന്നത് അവനാ. നീ എന്നെ തുറച്ചു നോക്കാതെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഡ്രൈവറുടെ സ്ഥാനത്ത് നിൽക്കേണ്ട ആ സ്വാമിക്ക് ഇപ്പൊ നിന്റെ ഡാഡിയുടെ അടുത്ത് നിരഞ്ജനേക്കാളും സ്വാധീനോ. ഏതു സമയവും അടക്കി പിടിച്ച സംസാരവും കുശുകുശുപ്പും, പിന്നെ ക്യാഷ് ഡീലിങ്ങുകളും. അത് പിന്നെ പണ്ട് മുതലേ ഡാഡിയുടെ വിശ്വസ്തനല്ലേ സ്വാമി? വിശ്വസ്തൻ മണ്ണാം കെട്ട. വിശ്വസ്തൻ എന്ന പേരൊന്നും അല്ല സ്വാമിക്ക് ചേരുന്നേ. രഹസ്യ സൂക്ഷിപ്പുകാരൻ. നിന്റെ ഡാഡിയുടെ രഹസ്യങ്ങളുടെ നിലവറ കാക്കുന്ന ഭൂതം.
നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാ മതി. സ്വാമിയെ നിന്റെ ഡാഡിക്ക് ഭയോ. ആ സ്വാമി ചിലത് പറഞ്ഞ അതോടെ താൻ തീർന്നു പോവുന്നൊരു ഭയം അത് നിന്റെ ഡാഡിക്കും.